ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പൂജ കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വീട്ടിൽ നിന്ന് ക്വിറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഗെയിമിനെ ക്വിറ്റ് ചെയ്യുകയാണ് പൂജ എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഫിസിക്കൽ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൂജയ്ക്ക് ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് അതിന്റെ ആ ഒരു പെയിനും കാര്യങ്ങളും വരുന്നതെന്നാണ് പറയുന്നത്. ബാക്ക് പെയിൻ നല്ല സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ തന്നെയുണ്ട്. പൂജ നല്ല രീതിയിൽ കരഞ്ഞിട്ടാണുള്ളത്. ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് പൊട്ടിക്കരയുകയായിരുന്നു പൂജ ലൈവില്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും കുറച്ച് ഒരു മെഡിക്കൽ ടീം വന്നുകൊണ്ടിട്ട് പൂജയെ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് പോവാണ് ചെയ്തത്. പൂജയ്ക്ക് കൺഫെഷൻ റൂമിലേക്കോ അല്ലെങ്കിൽ മെഡിക്കൽ റൂമിലേക്കോ പോവാനുള്ള ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പൂജ ഫിസിക്കൽ കണ്ടീഷന്റെ പേരിൽ പൂജ ക്വിറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. റെസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാലും ഇപ്പോൾ സിജോയുടെ കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പം 2 ആഴ്ചത്തെ റെസ്റ്റ് എന്ന് പറഞ്ഞതിന് ശേഷം സിജോ ഒരു ബ്രേക്കിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. സിജോ തിരിച്ചു വരുമെന്ന് പ്രേക്ഷകരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ പൂജയ്ക്കും ആ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം തിരിച്ചു വരുമോ എന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും പൂജ നിലവിൽ പുറത്തു പോയിരിക്കുകയാണ്. അതുപോലെ സിബിന്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ സിബിൻ ഭയങ്കര മെന്റലി അൺഫിറ്റ് ആണെന്നാണ് പറയുന്നത്. 2 ദിവസമായിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വീക്കെൻഡ് എപ്പിസോഡുകളിലും ശനിയാഴ്ചയും ഞായറാഴ്ചത്തെയും വീക്കെൻഡ് എപ്പിസോഡുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സിബിന് നല്ല രീതിയിലുള്ള വാർണിങ്ങുകളും പണിഷ്മെന്റുകളും ലാലേട്ടൻ ഉൾപ്പെടെ വന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളും അതുപോലെ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അത് എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ തന്റെ ലൈഫിനെ ഇതൊക്കെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് തന്നെയാണ് സിബിൻ മെന്റലി അൺഫിറ്റ് ആണെന്നുള്ള കാര്യം പറയുന്നതും ക്വിറ്റ് ചെയ്യുകയാണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും. സിബിൻ ഒട്ടും ഫിറ്റ് അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പലതവണ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് അവിടെ നിന്ന് അനൗൺസ്മെന്റ് ചെയ്യുന്ന സമയത്തും സിബിൻ മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. മൈക്കൊക്കെ ഊരി എറിഞ്ഞിട്ട് മാറി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ശ്രീതു ക്യാപ്റ്റൻ എന്ന നിലയിൽ ശ്രീതു പോയി പലതവണ വിളിക്കുന്നുണ്ട്. താങ്കൾ അകത്ത് വന്നാലേ ഈ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ടും സിബിൻ ഒട്ടും അകത്തേക്ക് വരാനൊന്നും തയ്യാറാവുന്നില്ല. കുറെ നേരത്തിന് ശേഷം സിബിൻ പറയാണ്, ഞാൻ ഈ ഗെയിമിൽ നിന്നും ഞാൻ പുറത്തു പോവുകയാണ്. ഞാൻ ഇനി ഒരിക്കലും ബിഗ് ബോസിന്റെ ഒരു പാർട്ടല്ല, ഈ ഗെയിമിന്റെ പാർട്ടല്ല, എന്നെ നിങ്ങളുടെ കൂടെയുള്ള കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പരിഗണിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ അവസാനമായിട്ട് വന്ന് അവരുടെ കൂടെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കുകയാണ്. ആ ഒരു ഇതിന് ശേഷം കൺഫെഷൻ റൂമിലേക്ക് സിബിനെ വിളിക്കുന്നുണ്ട്. കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ഒരു സൈക്കോളജിസ്റ്റിന്റെ ആവശ്യം തനിക്കുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സേവനം താൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സിബിൻ പറയുന്നത് സൈക്കോളജിസ്റ്റിന്റെ ആവശ്യമുണ്ട്. കാരണം നിലവിൽ ഈ വീട്ടിൽ നിൽക്കാനായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് കാരണം പോലും എനിക്കില്ല. പക്ഷേ സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചതിന് ശേഷം ആ ഒരു റീസൺ, എന്തെങ്കിലും ഒരു റീസൺ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവാൻ തയ്യാറാണ്. പക്ഷെ നിലവിൽ എനിക്ക് അതിന് കഴിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സിബിൻ ബോധ്യപ്പെടുത്തുന്നത്. അതിനുശേഷം ബിഗ് ബോസ് ഇന്ന് തന്നെ ആ സൈക്കോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ കൺഫേം ചെയ്ത് പറയാണ്. അതുവരെ വൈകുന്നേരത്തേക്കാണ് സൈക്കോളജിസ്റ്റ് സംസാരിക്കുക. അതുവരെ ബാക്കിയുള്ള കാര്യങ്ങളിൽ വീട്ടിൽ ഇൻവോൾവ്ഡ് ആയിട്ട് നിൽക്കൂ എന്ന് പറയുന്ന സമയത്ത് സിബിൻ പറയുകയാണ്, ഉറപ്പിച്ച് തന്നെ പറയുകയാണ്, അത് എനിക്ക് പറ്റില്ല, ഒരു പെർസെൻറ്റേജ് പോലും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സിബിൻ പറയുകയാണ്. അപ്പോൾ ഒരു ഒട്ടും ഈ ഒരു ഷോയ്ക്ക് ഞാൻ ഫിറ്റ് അല്ല, അല്ലെങ്കിൽ ഈ ഷോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു ഷോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, സിബിൻ ഈ ഒരു ഷോയ്ക്ക് പറ്റിയ ആളല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സിബിൻ പറയുന്നത്. അപ്പം ഈ ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും നിൽക്കുക എന്ന് പറയുന്ന സമയത്ത് സിബിൻ പറയുന്നത്, ഈ വീട്ടിലെ ഗ്ലാസുകൾ എറിഞ്ഞു പൊട്ടിക്കാനും മതിൽ ചാടാനും ഒക്കെ ഉള്ള രീതിയിലുള്ള പ്രവണതകൾ തനിക്ക് ഉണ്ടാകുന്നുണ്ട്. നീചമായ പ്രവൃത്തികൾ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതിലും ഭേദം എന്നെ പുറത്താക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സിബിൻ തിരിച്ചൊരു വാർണിംഗ് പോലെ ബിഗ് ബോസിന് കൊടുക്കുകയാണ്. ഇനിയും മുമ്പോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ പലതും ചെയ്തു കൂട്ടേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇൻഡയറക്റ്റ്ലി സിബിനെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടോണിലാണ് സിബിൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് സിബിനെ നിലവിൽ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്, തനിക്ക് കംഫർട്ടബിൾ എവിടെയാണോ അവിടെ പോയി റെസ്റ്റ് ചെയ്യൂ, സൈക്കോളജിസ്റ്റ് സംസാരിക്കുന്നത് വരെ അവിടെ എവിടെയെങ്കിലും ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള എല്ലാവരോടും പറയുകയാണ്. സിബിന് ഇപ്പോൾ റെസ്റ്റ് ആവശ്യമാണ്, ആരും പോയി ശല്യം ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഹൗസ് മേറ്റ്സിനോട് പറയാണ്. അതിനുശേഷം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, എവിക്ഷൻ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാൻമണി ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ പ്രേക്ഷകരുടെ വിധി പ്രകാരം പുറത്താവുകയായിരുന്നു. അപ്പൊ ജാൻമണിയുടെ പവർ കൊടുത്തിരുന്നത് ശ്രീരായിക്കാണ്. പിന്നെ പൂജ ഇപ്പൊ ഈ ഒരു ഫിസിക്കൽ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് പുറത്താക്കപ്പെട്ടു. അതിനുശേഷം സിബിൻ ഒരു പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ഓൾറെഡി ഇന്നലത്തെ എപ്പിസോഡിൽ പുറത്തായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു ഇതിലേക്ക്
ഗബ്രിയാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നിലവിൽ പവർ റൂമിലുള്ളത് ഋഷി, ഗബ്രി, ശ്രീരേഖ, ശരണ്യ എന്നിവരാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ലൈവ് അപ്ഡേഷൻസ് വന്നിട്ടുള്ളത്. സിബിൻ പുറത്തു പോകാനുള്ള ചാൻസസ് അധികം കാണുന്നില്ല. സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ച് ഇപ്പൊ നിലവിലുള്ള ആ ഒരു കണ്ടീഷൻ ഒന്ന് മാറി ഗെയിമിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പൂജയുടെ കാര്യത്തിൽ 2 ആഴ്ചത്തേക്ക് പൂജയുടെ ഭാഗം നോക്കണ്ട എന്നുള്ള കാര്യമാണ് ഒരു അപ്ഡേഷനാണ് ലഭിക്കുന്നത്.